പട്ടാമ്പി വാടനാംകുറിശി മേഞ്ചിത്തറയിൽ ക്വാറിയിൽ നിന്നും കഴിഞ്ഞ ദിവസം കേട്ട വലിയ ശബ്ദം നാട്ടുകാരെ ഭയപ്പാടിലാക്കി. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് ഇവിടെ വലിയ ശബ്ദം കേട്ടത്. വിവരം അറിയിച്ചതിനനുസരിച്ച് പഞ്ചായത്ത് അധികൃതരും റവന്യൂ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഘം തദ്ദേശീയവാസികളിൽ നിന്ന് വിവരശേഖരണവും നടത്തിയിട്ടുണ്ട്. വിശദ പരിശോധനകൾക്ക് ശേഷം നടപടി സ്വീകരിക്കുമെന്ന് ഓങ്ങല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അറിയിച്ചു. എന്നാൽ ഈ ഭീകര ശബ്ദം എന്താണെന്ന് ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കൊപ്പം പഞ്ചായത്തിലെ 1-ാം വാർഡിലെ ചളമ്പ്രക്കുന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ക്വാറിക്കെതിരെയും പരാതിയുണ്ട്. ക്വാറിയിൽ വലിയ തോതിലാണ് വെള്ളം കെട്ടിക്കിടക്കുന്നത്. ഇത് താഴ്ഭാഗത്ത് താമസിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുന്നുണ്ട്. തടഞ്ഞു നിർത്തിയ ഭാഗം പൊട്ടി വെള്ളവും ഒപ്പം ചെളിയും കല്ലുകളും ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുമോ എന്ന ആശങ്കയിലാണ് തദ്ദേശവാസികൾ. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റും ജിയോളജിസ്റ്റും തഹസിൽദാരും മറ്റു പഞ്ചായത്ത് അധികൃതരും ഈ സ്ഥലത്തെത്തി പരിശോധന നടത്തി. അതുപോലെ തന്നെ കരിങ്കൽ ക്വാറിയിലേക്കുള്ള ലോറികളുടെ ഓട്ടം കാരണം റോഡുകളും തകർന്നു കിടക്കുകയാണ്. ക്വാറികളിൽ പാറ പൊട്ടിക്കുമ്പോഴുള്ള വലിയ ശബ്ദവും കുലുക്കവും സമീപ വീടുകൾക്ക് ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. ജനവാസ കേന്ദ്രത്തിൽ ക്വാറിക്ക് അനുമതി നൽകിയതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ പ്രക്ഷോഭ സമിതി രൂപവൽക്കരിച്ച് സമരം നടത്തിയെങ്കിലും ഹൈക്കോടതി അനുമതിയോടെ ക്വാറി തുടങ്ങുകയായിരുന്നു. ക്വാറിയുടെ പ്രവർത്തനം തടയണമെന്നാവശ്യപ്പെട്ട് പരിസരവാസികൾ പഞ്ചായത്തിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയതിനെ തുടർന്ന് ദിവസങ്ങൾക്ക് മാത്രം പ്രവർത്തനം നിർത്തിവെച്ച ക്വാറി അടുത്തിടെ വീണ്ടും തുറന്നു. എന്നാൽ സംസ്ഥാനത്തെ വരും ദിവസങ്ങളിൽ അതിശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. വടക്കൻ കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നുമുണ്ട്. വടക്ക് കിഴക്കൻ മധ്യപ്രദേശിനും തെക്കൻ ഉത്തർപ്രദേശിനും മുകളിൽ അതിതീവ്ര ന്യൂനമർദ്ദവും സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള തീരത്തെ ആഗസ്റ്റ് 6-ന് രാത്രി 11:30 വരെ 1.9 മുതൽ 2.5 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കള്ളക്കടൽ പ്രതിഭാസത്തിനും സാധ്യതയുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.